ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ റെപ്റ്റൈലുകളിലൊന്നായ ബ്ലൂ ടങ് സ്കിങ്ക് എന്ന അത്ഭുത ജീവിയെയാണ്. നീല നിറത്തിലുള്ള നാവാണ് ഇവയുടെ സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് ബ്ലൂ ടങ് സ്കിങ്ക് എന്ന പേര് ലഭിച്ചത്. ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമെല്ലാം എക്സോട്ടിക് പെറ്റ് പ്രേമികൾക്കിടയിൽ വളരെ പ്രസിദ്ധമാണ് ബ്ലൂ ടങ് സ്കിങ്കുകൾ. ടിലിക്കിയ സ്പീഷീസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഇവയുടെ ശരീരം മുഴുവൻ ചെമ്പ്, തവിട്ട് കലർന്ന വരകളോട് കൂടിയതും സ്നേക്ക് പോലെ സ്കെയിൽസ് ഉള്ളതുമാണ്. അതായത് പാമ്പിനെ പോലെ കട്ടിയുള്ള തൊലിയാണ് ഇവയ്ക്ക്. മുഖം ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെയും കണ്ണുകൾ മുന്നോട്ടുമായിരിക്കും. ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിലിനെ കാഴ്ചയിൽ തിരിച്ചറിയാനാവില്ല. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ DNA ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവയുടെ ശരീരനീളം ഏകദേശം 18 മുതൽ 24 ഇഞ്ച് വരെയാണ്. 15 വർഷം മുതൽ 20 വർഷം വരെയാണ് ഇവയുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇവ നീണ്ട കാലം പെറ്റായി ജീവിക്കും. ഇവയുടെ കാൽഭാഗങ്ങൾ ചെറിയതും ശരീരത്തിൽ ചേർന്നതുപോലെയുമാണ്. അതിനാൽ ആദ്യ കാഴ്ചയിൽ ഒരു പാമ്പിനെ പോലെ തോന്നിയേക്കാം. ബ്ലൂ ടങ് സ്കിങ്കുകൾ ഒംനിവേഴ്സ് ആണ്. അതായത് സസ്യങ്ങളും മാംസങ്ങളുമെല്ലാം ഇവ കഴിക്കും. സ്പീനച്ച്, ബീൻസ്, ക്യാരറ്റ്, ആപ്പിൾ, ബനാന, പപ്പായ, എഗ്, ഇൻസെക്ട്സ് എന്നിവയെല്ലാം ഇവർ കഴിക്കും. വല്ലപ്പോഴും വേവിച്ച ചിക്കനും ഇവയ്ക്ക് നൽകാം. ഒണിയൻ, ഗാർലിക്, കോഫി, ചോക്ലേറ്റ്, ഡീപ്പ് ഫ്രൈഡ് സ്നാക്സ് പോലുള്ള ഭക്ഷണങ്ങൾ ഇവയുടെ ശരീരത്തിന് ഹാനികരമാണ്. ബ്ലൂ ടങ് സ്കിങ്സ് വളരെ കാം ആൻഡ് ഫ്രണ്ട്ലി ആയ ആനിമൽസ് ആണ്. ഇവ ഒട്ടും അഗ്രസീവ് അല്ല. ഇവയെ ആദ്യം കാണുമ്പോൾ ഭയം തോന്നാമെങ്കിലും കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ പതിയെ ഇവയെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഇവ പകൽ സമയങ്ങളിലാണ് കൂടുതലും ആക്റ്റീവായി കാണപ്പെടുന്നത്. വളരെ സ്മാർട്ടും ഈസിയുമായ പെറ്റാണിവ. കടിക്കുന്ന സ്വഭാവവും ഇവ കാണിക്കാറില്ല.
ബ്ലൂ ടങ് സ്കിങ്കിനെ പെറ്റായി വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവയ്ക്കുള്ള ടാങ്ക് അല്ലെങ്കിൽ എൻക്ലോഷർ 40 ഗാലൻ വരെ വലിപ്പമുള്ളതായിരിക്കണം. അതിനുള്ളിലായി കൊക്കനട്ട് ഫൈബർ, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ മണ്ണ് പോലുള്ള സോഫ്റ്റായ ഫ്ലോറിംഗ് ചെയ്യാം. ഇവയുടെ ശരീരത്തിന് കാൽസ്യം ലഭിക്കാനായി എൻക്ലോഷറിൽ UVB ലൈറ്റ് സെറ്റ് ചെയ്യാം. ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിനായി ഹീറ്റ് ലാമ്പുകളും സെറ്റ് ചെയ്യാം. എല്ലാ ദിവസവും ഇവർക്ക് ഫ്രഷ് വാട്ടർ ലഭ്യമാക്കണം. ഹൈഡിംഗ് സ്പേസുകൾ വയ്ക്കുന്നത് ഇവർക്ക് സേഫായി ഫീൽ ചെയ്യും. ആഴ്ചയിൽ 1 തവണ എൻക്ലോഷർ ക്ലീൻ ചെയ്യാം. ഇവയ്ക്ക് ക്ലൈംബിംഗ് അബിലിറ്റി വളരെ കുറവാണ്. അതിനാൽ ഗ്രൗണ്ട് സ്പേസ് കൂടുതലായും ഒരുക്കണം. ഇവർ അല്പം ലേസിയായ പെറ്റായതിനാൽ തന്നെ റണ്ണിങ്, ജമ്പിങ് എന്നിവയെല്ലാം കുറവായിരിക്കും. അതിനാൽ തന്നെ കൂടുതൽ സമയവും തണുത്ത നിലത്തിൽ കിടന്ന് സമയം കളയും. ഒരു എൻക്ലോഷറിൽ 2 സ്കിങ്കുകളെ ഒരുമിച്ച് വയ്ക്കരുത്. ഇവ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. ബ്ലൂ ടങ് സ്കിങ്കുകൾ മുട്ടകൾ ഇടാറില്ല. ഇവയുടെ കുഞ്ഞുങ്ങൾ നേരെ വയറ്റിൽ നിന്ന് പുറത്തു വരും. അതിനെ ലൈവ് ബർത്ത് എന്ന് പറയും. ഒരേ സമയം 10 മുതൽ 15 ബേബി സ്കിങ്സ് വരെ ഉണ്ടാകും. ഇവ ജനിച്ച ഉടനെ അമ്മ ഇവരെ കെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ സ്വയം നടക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യും. ഇവർ വളരെ പെട്ടെന്ന് തന്നെ ഇൻഡിപെൻഡൻ്റ് ആവും എന്നതാണ് ഇവയുടെ സ്പെഷ്യാലിറ്റി. മേറ്റിംഗ് കഴിഞ്ഞ് 100 മുതൽ 150 ദിവസങ്ങൾ കൊണ്ടാണ് ഇവയ്ക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഇന്ത്യയിൽ ബ്ലൂ ടങ് സ്കിങ്ക് എക്സോട്ടിക് പെറ്റ് കാറ്റഗറിയിൽ പെടുന്നവരാണ്. അതായത് ഇവയെ ഇന്ത്യയിൽ പെറ്റായി വളർത്താം, പക്ഷേ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ നിർബന്ധമാണ്. 2022 വന്ന എക്സോട്ടിക് പെറ്റ്സ് റൂൾസ് പ്രകാരം വളർത്തുന്ന സ്കിങ്കുകളെ ആനിമൽ വെൽഫെയർ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലാത്ത പക്ഷം വൈൽഡിൽ നിന്ന് പിടിച്ചവയെ വളർത്തുന്നത് കുറ്റകരമാണ്.
ഇവ ഭീഷണി തോന്നുന്ന സാഹചര്യങ്ങളിൽ നാവ് നീട്ടി പേടിപ്പിക്കും. ഇവയുടെ നാവിന് നീല നിറമായതിനാൽ എതിരാളിയെ പേടിപ്പിക്കാനുള്ള മാർഗമാണ് ഇവയുടെ നാവ്. നാവ് നീട്ടി ഭീഷണിപ്പെടുത്തുന്നത് മാത്രമല്ല, ഹിസ് ശബ്ദം പുറത്തുവിടാനും ഇവയ്ക്ക് കഴിയും. ചിലപ്പോൾ ശരീരം പൊക്കി കൈകൾ നീട്ടിയും ഭീഷണിപ്പെടുത്തും. എന്നാൽ പെറ്റായി വളർത്തുമ്പോൾ ഇവ ഇത്തരം സ്വഭാവങ്ങൾ കാണിക്കാറില്ല. ഇവ 4 മുതൽ 6 ആഴ്ചയിലൊരിക്കൽ ഷെഡിംഗ് നടത്തും. പഴയ തൊലി കളഞ്ഞ് പുതിയ തൊലി വരാനാണിത്. ഇത് ഇവയുടെ വളർച്ചയുടെ ഭാഗമാണ്. അതിനാൽ തന്നെ വളർത്തുന്നവർ എൻക്ലോഷറിൽ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിർബന്ധമാണ്. ബ്ലൂ ടങ് സ്കിങ്കിന് 7-ലധികം സ്പീഷീസുകളുണ്ട്. എല്ലാവരും കാഴ്ചയിൽ ഒരുപോലെയല്ല. ഈസ്റ്റേൺ ബ്ലൂ ടങ്, നോർത്തേൺ ബ്ലൂ ടങ്, ഇന്തോനേഷ്യൻ ബ്ലൂ ടങ്, യുറൈൻ ജയ സ്കിങ്ക്, സെൻട്രേലിയൻ സ്കിങ്ക് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ടവ. ഓസ്ട്രേലിയൻ സ്കിങ്ക്, ഇന്തോനേഷ്യൻ സ്കിങ്ക് തുടങ്ങിയവ കുറച്ച് അഗ്രസീവ് ആയിരിക്കും. അതിനാൽ പെറ്റായി വളർത്താറില്ല. എന്നാൽ നോർത്തേൺ ബ്ലൂ ടങ് സ്കിങ്ക് ആണ് പെറ്റായി വളർത്താൻ കൂടുതലായും ആളുകൾ ശുപാർശ ചെയ്യുന്നത്. ബ്ലൂ ടങ് സ്കിങ്ക് എന്നത് കാം, ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻ്റലിജൻ്റ് ആയ പെറ്റാണ്. ഇവയുടെ ശാന്ത സ്വഭാവം കാരണം കുട്ടികൾക്കും ഇവയെ വളരെയധികം ഇഷ്ടപ്പെടും. ഇവ കടിക്കില്ല, മാത്രവുമല്ല ശബ്ദവും ഉണ്ടാക്കില്ല. അതിനാൽ തന്നെ ഇവയെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് പോലും പെറ്റായി വളർത്താം. ഇനിയും ഇത്തരത്തിലുള്ള എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.